ഹലോ ഗായ്സ്, ഒരു സിമ്പിളായിട്ട്, അതായത് ലൈഫിൽ സംഭവിച്ചൊരു സംഭവം അത് വളരെ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ്. വേറെ ഒന്നല്ല, നിങ്ങളെല്ലാവരും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു കൂട്ടുകാരൻ എന്നൊക്കെ പറയില്ലേ, കൂട്ടുകാരനെ കുറ്റം പറയില്ല കേട്ടോ, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞ സംഭവം, ഫൈനാൻഷ്യൽ ആ ഒരു സംഭവം അത്ര സ്റ്റേബിളൊന്നുമല്ല. ചില സമയത്ത് ഇറങ്ങും, ചില സമയത്ത് കയറും, ചില സമയത്ത് ഇറങ്ങും, ചില സമയത്ത് കയറും. അങ്ങനെ മാത്രമേ കുഴപ്പമില്ലാതെ നമ്മളൊരു ഇത്ര കാലം, അതായത് ഒരു കഴിഞ്ഞ കൊല്ലം വരെ നല്ല രീതിയിൽ നമ്മളതങ്ങോട്ട് ഓടിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. കൂടുതൽ കടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നല്ല നോർമലായ അവസ്ഥയിൽ. അപ്പോഴാണ് കുറച്ച് നമ്മളെ കൂട്ടുകാരന്മാരെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തോണ്ടാ അതൊക്കെ ചോദിക്കുന്നത് കേട്ട് അതിനോടൊരു ഇൻട്രസ്റ്റ്, എന്താണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന സംഭവം എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ സാധനം കൂടിയത്. അപ്പം എല്ലാവരും ഒരുപാട് കാർഡ്, എൻ്റേതാണെങ്കിൽ ആകെ ഒരു ATM കാർഡ്. ആ ഒരു കൺസെപ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കഥ. സന്തോഷപൂർവ്വം ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചു, അവിടെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പം പറഞ്ഞോടാ, 80,000 രൂപ ലിമിറ്റുള്ളൊരു കാർഡുണ്ട്, ഫ്രീ കാർഡാണ്, നീ അതെടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും കിട്ടും, നല്ല സുഖമാണ്, നമുക്ക് കാശിന് മാസം അങ്ങോട്ട് റോൾ ചെയ്യാം, ഭയങ്കര സുഖമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇമ്പ്രസ് ചെയ്യിപ്പിച്ച്. അവൻ ആ ബാങ്കിൻ്റെ ഏജൻറ്റ് പോലെയാണ് അവൻ എനിക്ക് എന്നോട് ആ സമയത്ത് പെരുമാറിയത്. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അവനെ ഞാൻ സ്മരിക്കുന്നു, 1-2 വട്ടമൊക്കെ സ്മരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ആ ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരെനിക്ക് റിജക്ഷനാണ് തന്നത്. എൻ്റെ സിബിൽ സ്കോർ പോരാ, എനിക്കാണെങ്കിൽ അതുവരെ ക്രെഡിറ്റ് കാർഡില്ല, ലോണില്ല, വേറെ EMI കാര്യങ്ങളൊന്നും എൻ്റെ പേരിലില്ല. പലതും ചെയ്തിട്ടുണ്ടെങ്കിലും പലരുടെയും പേരിൽ പലർക്കും ഞാൻ സിബിൽ സ്കോറൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ SBIയുടെ കാർഡ്, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു, SBIയുടെ കാർഡ് അപ്ലൈ ചെയ്യാൻ വെച്ചു. അതിന് മുമ്പ് നമ്മളെ സാലറി അക്കൗണ്ട് ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് ഞാൻ അപ്ലൈ ചെയ്തു. അതാണ് അടുത്ത കോമഡി. അവർ പക്കയായിട്ട് പറഞ്ഞു, നിനക്കുള്ള യോഗ്യത ഇല്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു, വേണ്ട, അതവിടെ കിടന്നു. അടുത്തത് ഞാൻ SBIയുടെ ക്രെഡിറ്റ് കാർഡ്. SBI എനിക്ക് വളരെ കുറഞ്ഞൊരു ലിമിറ്റ്, 30,000 ലിമിറ്റിൽ SBI എനിക്ക് കാർഡ് അപ്രൂവ് ചെയ്തു. അത് കൂട്ടുകാരൻ ജസ്റ്റിൻ വഴി കിട്ടിയതാണ്. മുമ്പ് പറഞ്ഞവൻ അക്ഷയ്, അവനാണ് വെറുതെ ഇരുന്നെൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തോ അത് എടുത്തോ, നീ പിന്നെ വെച്ചടി കയറ്റായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പോയി എടുപ്പിച്ചത്. ഞാൻ അവനെ സ്മരിക്കുന്നു, ജസ്റ്റ് സ്മരിക്കുന്നു. ആരോടൊക്കെ ദേഷ്യം ഉണ്ടെന്നല്ല കേട്ടോ, അവരോട് ദേഷ്യം ഉണ്ടെന്നല്ല, അതിൻ്റെ ഒപ്പത്തെ വന്ന് പറ്റൊരു അവസ്ഥയെ പറഞ്ഞുതരാം. അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ നിന്ന് റോൾ ചെയ്യുക, അത് മാസം അവസാനിപ്പിക്കുക, ഈ രീതിയായിരുന്നു. അങ്ങനെ SBIയുടെ കാർഡ് വന്നു. അത് റൂപേ കാർഡാണ്. അപ്പോൾ UPI വഴി നമുക്ക് ട്രാൻസാക്ഷൻ സുഖമായിട്ട് നടത്താമല്ലോ. അങ്ങനെ റൂപേ വഴി നടത്തി നല്ലൊരു സ്റ്റേജിലെത്തി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാസം കറക്റ്റായിട്ട് തിരിച്ചടച്ചപ്പോൾ സിബിൽ സ്കോറും കയറി. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് വിളി വന്നു, നിങ്ങളെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ കാർഡ് എടുത്തോളൂ എന്ന്. കാറിൽ AC ഓണാക്കാത്തവരെ ഭയങ്കര ചൂട്. ഓക്കെ, ഞാൻ കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്ത് വന്നിരുന്നതാണ്, ഒന്ന് തുറന്നിരട്ടെ, നല്ല കാറ്റ് കിട്ടുള്ളൂ. അങ്ങനെ അവനാണ് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കാർഡ് റെഡിയാണെന്ന് പറഞ്ഞു. ഓ, അതിനെന്താ, കാർഡ് കിട്ടിക്കോട്ടെ, പോരട്ടെ എന്ന് പറഞ്ഞു. ആ കാർഡ് വന്നു. കുറഞ്ഞ ലിമിറ്റുള്ളൂ കേട്ടോ, അതൊന്നും വലിയ ലിമിറ്റ് ഞാൻ പറയുന്നില്ല. ആ ടൈമിൽ 1 കാർഡ് അക്ഷയ് പറഞ്ഞിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് 1 കാർഡാണ്. അന്ന് സിബിലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ വലിയ കാര്യമില്ല, സ്റ്റേറ്റ്മെൻറ്റ് പോരാന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് അടിച്ചാണ്. അവർ നമുക്ക് അപ്രൂവൽ തന്നു, അവരും കാർഡ് തന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളിൽ നിന്ന് ഇപ്പോൾ 1 രൂപ മേടിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം ഈ 3 ക്രെഡിറ്റ് കാർഡിലെ ബില്ലടയ്ക്കാൻ തന്നെ ആവശ്യം പോലെ ഉണ്ട്. അതെനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ആണോ എന്തോ എന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞോളൂ. പക്ഷേ അതില്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യാതെ ആ ഒരു ആവശ്യം അവിടെ, പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇപ്പോൾ ഈവൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത പോലെ പോയേനെ. ഇതുള്ള കാരണം നമ്മൾ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട്. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പലതവണ എന്നോട് പറഞ്ഞിട്ടാ, ഒരു കാർഡ് അത് വല്ല മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നാൽ നീ ഉപയോഗിച്ചാൽ നിനക്ക് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ ഞാൻ ഈവൻ ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വരുമ്പോൾ വരെ ഇത് ഉപയോഗിച്ച് ഇതൊക്കെ UPI ഉള്ളതായിരുന്നു. അല്ല 1 കാർഡ് മാത്രമേ UPI ഇല്ലാത്തതുണ്ടായുള്ളൂ. ഇവയെല്ലാവരും എനിക്കല്ലാതെ ലിമിറ്റ് കൂടിയിട്ടാണ്, അത് വേറെ കേസ്. സിബിലും കയറിയിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട്.
ഒരു വലിയൊരു എമൗണ്ട് വെച്ച് എല്ലാത്തിലും ഞാനിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് കടം മേടിച്ച് അത് അവസാനിപ്പിക്കാൻ വിചാരിച്ചിരുന്ന ഒരു എമൗണ്ട് ഇന്ന് ഇതിൽ ഞാൻ എടുത്ത എമൗണ്ടിൻ്റെ EMI ആയി കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ അതിൽ ഓരോ കാർഡിലേക്കും വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഒരു ക്രെഡിറ്റ് കാർഡ് ദുരന്തം. എനിക്കതൊരു ദുരന്തമായിട്ടാണ് തോന്നിയത്. കാരണം എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. ഞാൻ മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം വെച്ചാൽ എല്ലാവരും പേഴ്സ് ഓർക്കും ഒരുപാട് കാർഡ്, എൻ്റെ കാർഡ് മാത്രം ഒരു ATM കാർഡ്. ആ ഒരു ചിന്തയാണ് എന്നെ ക്രെഡിറ്റ് കാർഡിലേക്ക് നയിച്ചാൽ. അതെൻ്റെ ആവശ്യങ്ങളല്ലായിരുന്നു. എന്തായാലും ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, കാശ് വഴിക്ക് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. UPI ആഡ് ചെയ്തതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. റൂപേ കാർഡ് എടുത്തതാണ് പ്രശ്നമായത്. അതായത് നിങ്ങൾ ചായ കുടിക്കുമ്പോഴായാൽ പോലും അതിൽ നിന്നാണ് 10 ആയാലും പലതുള്ളി പെരുവെള്ളം എന്നുള്ള സെറ്റപ്പിൽ അതൊരു വലിയ എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നവരൊന്നൊക്കെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കാർഡ് 2 കാർഡാവും, 2 കാർഡ് 3 കാർഡാവും, 3 കാർഡ് 4 കാർഡാവും. അവസാനം ഇതിൽ നിന്നെടുത്ത് ഇതിലേക്ക്, വീണ്ടും ഇതിൽ നിന്നെടുത്ത് ഇതിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല, നമ്മളെ കട അങ്ങ് തീരില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഫെയിലാണ്. അപ്പോൾ ഓക്കെ, ഞാനിതൊന്ന് വെറുതെ ഷെയർ ചെയ്യാമല്ലോ. വേറെ ആരോടെ പറയും ഇതൊക്കെ? നിങ്ങളോട് പറയും, കാണുന്നവർ കാണൂ. അല്ലാതെ ഇപ്പം ഞാൻ ആരോട് പറയും ഇതൊക്കെ? നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ഇതുപോലത്തെ മൂഞ്ച അവസ്ഥയുള്ളവരൊക്കെ വന്നിട്ടൊന്ന് വെറുതെ ഒന്ന് കമൻ്റ് ഇടും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.